BCCI അല്ല ക്രിക്കറ്റ് കണ്ടുപിടിച്ചത്. അവരല്ല അതിന്റെ നിയമങ്ങളും എഴുതുന്നത്. വെസ്റ്റ് ഇൻഡീസ് ഒരു രാജ്യമല്ല, അതൊരു ദ്വീപുകളുടെ കൂട്ടായ്മയാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഒരു പ്രൈവറ്റ് കമ്പനി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ചില ബോർഡുകളുടെ കയ്യിൽ വളരെയേറെ പണമുണ്ട്, മറ്റു ചിലരുടെ കയ്യിൽ ഇല്ല. പലപ്പോഴും പല ബോർഡുകളുടെ കയ്യിലും പണമില്ലാതെ വരുമ്പോൾ അവർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ഒരു സീരീസ് പ്ലാൻ ചെയ്യാറാണ് പതിവ്. ഒരു പരിധിവരെയുള്ള ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ സ്പോർട്സിന് മേൽ ഗവൺമെന്റിന് യാതൊരു റോളുമില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം, കൂടെ ഫിനാൻഷ്യൽ എയ്ഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നൽകാം എന്നത് മാത്രമല്ലാതെ ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് ഈ മേഖലകളിൽ വന്നാൽ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു കാരണവശാലും ഗവൺമെന്റ് മാനേജ്മെന്റ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഇടപെടാറില്ല. അങ്ങനെ വന്നാൽ രാഷ്ട്രീയപരമായി പലർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടേക്കാം. ആദ്യകാലത്ത് ICCയുടെ പേര് ഇമ്പീരിയൽ ക്രിക്കറ്റ് കോൺഫറൻസ് എന്നായിരുന്നു. അന്ന് ഇന്ത്യയിൽ നിന്നാരും വെളിയിൽ പോയി ക്രിക്കറ്റ് കളിച്ചിരുന്നില്ല. 1926 കൊൽക്കത്തയിലുള്ള കൊൽക്കത്ത ക്രിക്കറ്റ് ക്ലബ്ബാണ് ആദ്യമായി ലണ്ടനിൽ പോയി ICCയുമായി ചർച്ച ചെയ്ത് ഇന്ത്യയിൽ നിന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലുള്ള മറ്റ് ക്ലബ്ബുകളെ കൂട്ടിച്ചേർത്ത് 1928 BCCI രൂപകൽപ്പന ചെയ്തതിന് ശേഷമാണ് BCCIയുടെയും ഇന്ത്യയുടെയും ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ ആരംഭം. BCCI അന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് രൂപകൽപ്പന ചെയ്തത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതിൽ യാതൊരു റോളുമില്ല. ഇന്ന് ഗവൺമെന്റ് സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാക്കി വേൾഡ് കപ്പ് കളിക്കാൻ വിട്ടാലും അവർക്ക് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കില്ല. കാരണം ICCക്ക് BCCI ആണ് ഇന്ത്യ. ഇന്നും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഇന്ത്യയോട് ഇഞ്ചോടിഞ്ച് മാറ്റുറയ്ക്കാറുള്ളതിന്റെ പ്രധാന കാരണം അവരൊരു കമ്പനിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അതും ഒരു പ്രൈവറ്റ് കമ്പനിയായി. മറ്റ് സ്പോർട്സുകളെ പോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഇന്ന് വരെ BCCI ചോദിച്ചിട്ടില്ല. ഗവൺമെന്റ് സ്വയം തയ്യാറായി സഹായം നൽകാമെന്ന് പറഞ്ഞിട്ടും അത് നിരസിക്കുകയാണ് BCCI ചെയ്തത്. BCCI ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് BCCI ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്നും ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള ടാക്സും ലഭിക്കുന്നുമില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു സഹായവും BCCI വാങ്ങുന്നുമില്ല. എന്നാൽ IPLന്റെ കാര്യത്തിൽ മാത്രം BCCI ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാറുണ്ട്. എന്താണ് ഈ ICC? ഏത് രാജ്യമാണ് ഈ ICCനെ കൺട്രോൾ ചെയ്യുന്നത്? നേരത്തെ BCCIയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ICC അല്ല ക്രിക്കറ്റ് കണ്ടുപിടിച്ചത്. ICC അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നുമില്ല. ICCക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ ഇന്റർനാഷണൽ മാച്ചുകളിൽ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അവ മാനേജ് ചെയ്യുകയും മാത്രം. ഇന്റർനാഷണൽ മാച്ചുകളിൽ അമ്പയറെ വിട്ടുകൊടുക്കുന്നത് ICC ആണ്. ഇതുവരെയുള്ള ക്രിക്കറ്റ് നിയമങ്ങളും ഇനി വരാനുള്ള മാറ്റങ്ങളും നോക്കുന്ന MCC ആണ്, മെൽബൺ ക്രിക്കറ്റ് ക്ലബ്. അതായത് കളികൾ നിയന്ത്രിക്കാൻ MCC വെച്ചിരിക്കുന്നതാണ് ICCനെ. മൊത്തത്തിൽ ICCക്ക് 108 മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലെ എല്ലാ മെമ്പേഴ്സിന്റെ അടുത്തും ഇന്ത്യ കളിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൽ 12 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, അതായത് ടെസ്റ്റ് കളിക്കുന്ന ടീമുകൾ. ICCയുടെ ഫുൾ മെമ്പർ എല്ലാവർക്കും ആവാം, പക്ഷേ ODI സ്റ്റാറ്റസ് ലഭിക്കണമെങ്കിൽ ടെസ്റ്റ് കളിക്കുന്ന 2 ടീമുകളെ തോൽപ്പിക്കണം. ടെസ്റ്റ് സ്റ്റാറ്റസ് ലഭിക്കണമെങ്കിൽ ടെസ്റ്റ് മാച്ച് കളിക്കുന്ന 5 ടീമുകളെ തോൽപ്പിക്കണം. പൊതുവെ 2 തരത്തിലുള്ള മാച്ചുകളാണ് നടക്കാറ്, ബൈലാറ്ററൽ സീരീസുകളും ICCയുടെ മാച്ചുകളും. ICCയുടെ ഫ്യൂച്ചർ ടൂർ കലണ്ടറിൽ അടുത്ത 10 വർഷത്തേക്ക് നടക്കാനുള്ള ടൂർണമെന്റുകളുടെ ലിസ്റ്റുകൾ ഉണ്ടാവും. ടീമുകൾ തമ്മിലുള്ള ബൈലാറ്ററൽ സീരീസുകളിൽ ICC പൊതുവെ തലയിടാറില്ല, അതിൽ നിന്ന് അവർക്ക് വരുമാനവുമില്ല. നടത്തുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഡീലുകളാണ് മൊത്തം. കൂടാതെ അമ്പയർമാരെ വിട്ടുകൊടുക്കുന്നത് ICC ആയിരിക്കും. ICC നടത്തുന്ന വേൾഡ് കപ്പ് പോലുള്ള ഇവന്റുകളാണ് ICCയുടെ വരുമാന സ്രോതസ്. ഈ വരുമാനം നടത്തുന്ന രാജ്യവുമായി ICC പങ്കിട്ട ശേഷം ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കും ഒരു നിശ്ചിത ഷെയർ നൽകുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. ICCയുടെ ആസ്തി $2.5 ബില്യൺ ആണ്. അതുപോലെ നമ്മുടെ BCCയുടെ ആസ്തി ആവട്ടെ $2.25 ബില്യൺ ആണ്. ചില ബോർഡുകൾ റിച്ച് ആണ്, മറ്റു ചില ബോർഡുകൾ കടത്തിലും. ഇതിന് കാരണം മെയിൻ ആയിട്ടും മാച്ചുകൾ നടത്താനുള്ള ചെലവുകൾ തന്നെയാണ്. ഗ്രൗണ്ട് മെയിൻ്റനൻസ്, അമ്പേഴ്സ് എക്സ്പെൻസ്, പ്ലെയേഴ്സിന്റെ സാലറി, താമസം, ക്യാമറ, സമ്മാനം, അങ്ങനെ നീളുന്നു. എന്നാൽ ടൂർണമെന്റ് നടത്തി ഇതിൽ നിന്ന് പണം എങ്ങനെ ഉണ്ടാക്കും? കാണുന്ന ആളുകളുടെ എണ്ണത്തിനെ കൺവേർട്ട് ചെയ്ത് പണമാക്കി മാറ്റുന്ന രീതിയാണിത്. ഓരോ പ്രോഡക്റ്റും ഉണ്ടാക്കുന്ന കമ്പനികൾക്കും അവരുടെ പ്രോഡക്റ്റ് ആളുകളുടെ മുന്നിൽ കാണിക്കാൻ ഒരു അവസരം അത്യാവശ്യമാണ്. വഴിയിൽ എത്ര ആളുകൾ കൂടുന്നിടത്ത് കാണിക്കുന്നതിലും കൂടുതൽ റീറ്റൻഷനാണ് ക്രിക്കറ്റ് മാച്ചിനിടയ്ക്ക് ഈ പരസ്യങ്ങൾ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ക്രിക്കറ്റ് മാച്ചിന് എത്രത്തോളം ടെൻഷൻ കൂട്ടാൻ സാധിക്കുമോ അത്രത്തോളം ആളുകളുടെ റിട്ടൻഷനും കൂടും. അതുകൂടാതെ 6 ബോൾ കഴിയുമ്പോൾ ഓവർ ചേഞ്ച് എന്നുള്ള രീതിയിൽ ഇത്രയും കൃത്യമായിട്ട് ആഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗെയിം വേറെ ഉണ്ടാവില്ല. ആർക്കാണോ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഉള്ളത് ആ ചാനലിന് മാത്രമാണ് ക്രിക്കറ്റ് മാച്ചുകൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കുക. BCCക്ക് ഏറ്റവും അധികം വരുമാനം എത്തിച്ചു നൽകുന്നത് IPL ആണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2023 മുതൽ 2027 വരെയുള്ള ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് മാത്രം പോയിരിക്കുന്നത് 48,390 കോടി രൂപയ്ക്കാണ്. BCCയുടെ പ്രധാന മണി മേക്കിംഗ് മെഷീനായ IPL ഉണ്ടാവാൻ കാരണം ICC തന്നെയാണ്. ICC മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാ രാജ്യത്തോടും അവർ കൃത്യമായി എഴുതി മേടിക്കാറുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ
ക്രിക്കറ്റിന് പുറത്ത് വേറെ എങ്ങും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അത്തരത്തിൽ BCCI ചെയ്ത ഒരു വൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് IPL. ക്രിക്കറ്റിന്റെ പ്രചാരം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ, ഏകദേശം 80% ആളുകളും ഇന്ത്യയിൽ നിന്നാണ് ക്രിക്കറ്റ് കാണുന്നത്. ഇന്ത്യയിലെ BCCI നടത്തുന്ന IPL പോലൊരു ഫ്രാഞ്ചൈസി മത്സരത്തിന് വേണ്ടി മാത്രം ലോകത്തിലെ എല്ലാ ഇന്റർനാഷണൽ ടൂർണമെന്റുകളും വേണ്ടാന്ന് വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ BCCIയുടെ പവർ.